അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർക്കണം. അതായത് ചതച്ച മുളകാണ്. വറ്റൽ മുളക് വെയിലത്തിട്ട് നന്നായി ഉണക്കി അതിന് പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് കൊടുത്ത് അതിന് മിക്സിയിൽ നന്നായി ചതച്ചെടുത്തതാണ്. അതിലേക്ക് മുളക് ചതച്ചതിട്ട് ഈ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, ഇഞ്ചി, കായപ്പൊടി, ഇത് നമുക്ക് നന്നായി ഒന്ന് പുരട്ടി വയ്ക്കാം. പുരട്ടി നന്നായി വെച്ച് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ്. നല്ലെണ്ണയാണ്. കടുകിട്ട് കടുക് പൊട്ടുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽ മുളകിടേണ്ട കാര്യമില്ല. കാരണം മുളക് ചതച്ചാണ്, പുരട്ടച്ചാണ്. അപ്പം അതിൽ ഞാൻ വറ്റൽ മുളക് കടുക് വറുക്കാനായിട്ട് ഇടത്തില്ല. പച്ചമുളക് 8-10 പച്ചമുളകുണ്ട്. വിശേഷം കറിവേപ്പില ഇടാവുന്നതാണ്. ഇട്ടു. ഇതിലേക്ക് വെളുത്തുള്ളി, അതായത് ചതയ്ക്കാത്ത വെളുത്തുള്ളിയാണ്, ചതച്ചതുമുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അത് നന്നായി വാഴട്ടെ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലിട്ടെന്ന് വെച്ചാൽ ഇതിൽ ശകലം വെള്ളത്തിലും മുളകിലും കറിവേപ്പിലയിലും എല്ലാത്തിലും കൂടെ ശകലം മഞ്ഞൾ അതിലേക്ക് ഒരു ചെറിയ കളറായിട്ട് അതൊന്ന് പിടിക്കാനാണ്. അപ്പോൾ ഇത് നന്നായി വാടി വരികയാണ്. വെളുത്തുള്ളിയുടെ നിറമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുരട്ടച്ചാർ എന്ന് പറഞ്ഞായിരുന്നു, പുരട്ടച്ചാർ നല്ല ഫേമസാണ്, നല്ല സാധനമാണ്, അടിപൊളിയാണ്. നിങ്ങൾ നന്നായി ഇട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഇട്ട് ചെയ്ത് നോക്കുക, പരീക്ഷിക്കുക. പിന്നെ ഞാൻ ഈ ഇടുന്ന അച്ചാർ 6 മാസത്തോളം ഇരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. അച്ചാറിട്ട് നന്നായി തണുത്തിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഫ്രിഡ്ജിനകത്തേക്ക് അച്ചാർ വയ്ക്കരുത്. അച്ചാർ ഫ്രിഡ്ജിൽ വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യം എപ്പോഴപ്പുറത്ത് തന്നെ വെച്ചേക്കണം. എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്കുള്ള അച്ചാർ അതിൽ നിന്ന് മാറ്റി വേറൊരു കുപ്പിയിലേക്ക് ഡപ്പയിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം ഈ അച്ചാർ നന്നായിട്ട്, അതായത് ഇതുപോലെ നന്നായി ആ ഭരണിക്കകത്തോ ടിന്നിനകത്തോ ഇതേ കണക്ക് ആക്കി അമ്മിക്ക് റെഡിയാക്കി വയ്ക്കുക. വയ്ക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ അച്ചാർ പഴയതുപോലെ തന്നെ അതിനകത്ത് ചേർത്തിരിക്കും. അതുപോലെ എപ്പോഴും ഉണക്ക സ്പൂണായിരിക്കണം. കരണ്ടി വേണം, തുടച്ച് നന്നായിട്ട് എടുത്ത് വേണം ഇടേണ്ടത്. ഒരു കാരണവശാലും അച്ചാർ പൂക്കുകയോ ഒന്നും ചെയ്തില്ല. ഫ്രിഡ്ജിലൊരു കാരണവശാലും വയ്ക്കരുത്, വെള്ളം അംശം അതിനകത്തുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ
ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ്. നീ എൻ്റെ സ്വർഗ്ഗമല്ലേ, നീ എൻ്റെ സ്വർഗ്ഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോൾ എനിക്കായി നീ കാത്തു നിന്നില്ലേ, നീ എൻ്റെ സ്വപ്നമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോൾ നീ എനിക്കായി കാത്തു നിന്നില്ലേ, നീ എൻ്റെ സ്വപ്നമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ. ഇനി നമുക്കിതിലേക്ക് ശകലം വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തോനെയായിക്കൂടാ, ശകലമേ ആകാവൂ. പലർക്കും പല പല അസുഖങ്ങളും വയറുവേദന അങ്ങനെയൊക്കെ പല കാര്യങ്ങളുള്ളതാണ്. കുറച്ച് നല്ല പുളിയും കാര്യങ്ങളും ഉണ്ട്. എന്താ എൻ്റെ ഇരട്ടച്ചാറ്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാറ് പുരട്ടച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വരി, എല്ലാവർക്കും ചെയ്ത് തരാം. എല്ലാവരും കഴിച്ചു നോക്കുക. ഞാനുണ്ടാക്കിയ അച്ചാറാണ്, പുരട്ടച്ചാറാണ്. ഒന്നുകൂടി ഞാൻ പറയാം. മുളക് നന്നായി വെയിലത്തിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി അതിനെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് അനത്തിയെടുക്കുക. അനത്തിയെടുത്ത് അത് തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് അതിന് ചതച്ചെടുത്ത് അത് വെക്കുക. വെച്ചതിന് ശേഷം മുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, ലാസ്റ്റ് ശകലം വിനാഗിരി, കടുപൊട്ടിച്ച് ഇത് ഇത്രയും ചെയ്ത് റെഡിയായി. ഇത് കണ്ടതുപോലെ നിങ്ങൾ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇത് തോനെ നാൾ ഇരിക്കുന്നതാണ്. നല്ല അച്ചാറാണ്. എന്തായാലും ഞാനിതൊന്ന് ശകലം ഒന്ന് കഴിച്ച് നോക്കാം. എല്ലാവരും വരിക. എല്ലാവരും എൻ്റെ സഹോദരങ്ങളും ഏട്ടന്മാര്, ചേച്ചിമാര്, അനുജന്മാര്, അനുജത്തിമാര്, കുഞ്ഞുമക്കള്, അമ്മമ്മമാര്, മമ്മര്, അപ്പന്മാര് എല്ലാവരും കഴിക്കാൻ വരിക. സൂപ്പർ അച്ചാർ. എല്ലാം ആവശ്യത്തിനുണ്ട്. എരിവ് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുക. ബൈ.